നോക്കിയാ ബുക്കിൽ നോക്കിയാ എങ്ങനെ ഓണാക്കലെന്ന് എങ്ങനെയാണ് നോക്കട്ടെ എൻ്റെ ബുക്കിലൂടെ അത് എവിടെ എന്താ ഒരു കാണിച്ചിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ കാണിച്ചിട്ട് വയറ് കുത്തിക്കിടാ സ്വിച്ച് ഇട്ടുകിടാ ആ ടോണാക്കിയ അത് ബുക്കിൽ നോക്ക മൗസ് എന്താ വർക്ക് ചെയ്യാത്തതെന്ന്. ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നോമ്പൊക്കെ ആയതുകൊണ്ട് ഇങ്ങനെ വെറുതെ ഇങ്ങനെ എടുക്കുന്നു കേട്ടോ. ഇങ്ങനെ അപ്പോൾ റമദാനിക്ക് പ്രത്യേകിച്ച് എക്സ്ട്രാ ആക്ടിവിറ്റീസ് ഒന്നും ഇല്ലല്ലോ. അങ്ങനെ ചുമ്മാ അങ്ങനെ പോസ്റ്റ് അടിച്ചിരിക്കുക, എന്തെങ്കിലും കൈപ്പാത്തുകൾ ചെയ്യാതാണല്ലോ പരിപാടി. അപ്പോഴാണ് മോളെ കലാപരിപാടി ഇവിടെ നടക്കുന്നത്. ലാപ്ടോപ്പ് ഓണാക്കാൻ പഠിച്ചിട്ടുണ്ട്. സ്കൂളിൽ ബുക്ക് കൊടുത്തിരുന്ന് കണ്ട് കിട്ടി ബുക്ക് കൊടുത്തിരുന്ന് കണ്ട് എങ്ങനെയാണെന്നുള്ളത് നോക്കി നിൽക്കുകയാണ്. ഏതായാലും ഓളത് ഓണാക്കി കാണാൻ തുടങ്ങി. ഞാൻ കുറച്ച് ക്ലീനിങ് ഒക്കെ ബാക്കിയുണ്ട്. രാവിലെ ഒരു അത്താഴത്ത് കഴിഞ്ഞ ശേഷം ഒരു 9 മണിക്കൊക്കെ എണീക്കുള്ളൂ, പിന്നെ രണ്ടാമത് കിടന്നാൽ. അപ്പോൾ ആ സമയത്ത് എണീറ്റ് വീടിൻ്റെ അവസ്ഥ ഇതാണ്. ടേബിൾ നിറയെ ഡ്രസ്സ് മടക്കി വെക്കാണ്ട്, സോഫ സെറ്റിൽ അത് കുഷ്യനൊക്കെ നിലത്താണ് കിടക്കുന്നത്. കിച്ചൻ്റെ അവസ്ഥ പിന്നെ പറയാത്താവും ഭേദം. ബെഡ്റൂമിൽ ഒരാൾ എണീറ്റിട്ടില്ല, 2 ആൾ സ്കൂളിൽ പോയിട്ടുണ്ട്. ഒക്കെ നല്ല വൃത്തികേടായി കിടക്കുന്നുണ്ട് കേട്ടോ. നിലത്തൊക്കെ ഊരിട്ട് കണ്ട് ഒരു സ്കൂളിൽ പോയിക്കിട്ട്. ഇത് നമ്മൾ ഷുഗർ ബോൾസിൻ്റെ ബോട്ടിൽ കഴുകി വെച്ചാട്ടോ, ഷുഗർ ബോൾസ് ആക്കി വെക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒരു പണിയും കൂടി ഉണ്ടെങ്കിൽ കിടക്കണ്. അതേതായാലും തീരുമാനമാക്കണം. 2 ദിവസമായി കഴുകി വെച്ചിട്ട്. ഏതായാലും ക്ലീനിങ് കഴിഞ്ഞതാ ഷാറാക്കിയിട്ടുണ്ട്, മാഷാ അല്ലാഹ്. ഇത് നമ്മൾ പിന്നെ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയ കുഷ്യൻ്റെ കവറും കുഷ്യനും സോഫ വെച്ച വിരിപ്പൊക്കെ കേട്ടോ. ഏകദേശം 1 വർഷം 1.5 വർഷത്തോളമായിട്ട് വാങ്ങിയിട്ട് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട്. നല്ല പരുക്കൻ യൂസാണ്. കുട്ടികൾ ഉപയോഗിക്കുന്ന ഏരിയയാണ് ആ സോഫ സെറ്റ്. റൂമും കൂടി ക്ലീൻ ചെയ്യാണ്ട്, കുട്ടികളുടെ റൂമാണ് ഒന്നും കൂടി ക്ലീൻ ചെയ്യാണ്ട്. കുട്ടികളുടെ റൂം എന്നുള്ള പേരേ ഉള്ളൂ, അവർ ഉപയോഗിക്കലൊന്നുമില്ല. ഓക്കെ, ഏതായാലും ഇന്ന് ഒരു റെസിപ്പി ഇട്ട് കാണിക്കാൻ. ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് ഉച്ചൻ്റെ ശേഷം കിച്ചണിലേക്ക് വന്നതാണ്. നമ്മളൊരു ഹോം മെയ്ഡ് പീസ് ആയിക്കോട്ടെ കേട്ടോ ഇന്ന് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 4 ബ്രെഡും 3 മുട്ടയും ഒരു 1 ഗ്ലാസ് പാലും എടുത്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് മിക്സിയിൽ ഒന്ന് പേസ്റ്റാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഈ സമയത്ത് ഒരു പേസ്റ്റാക്കിയ സമയത്ത് ഒന്ന് ലൂസായപ്പോൾ അതിലേക്കൊരു 1/4 കപ്പ് മൈദയും കൂടി ചേർത്തിരുന്നു. അത് പിന്നെ ഇതിൽ കാണിക്കാൻ വിട്ടു പോയിട്ടുണ്ട്. അത്യാവശ്യം വലിയൊരു പീസാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ പാർട്ടായിട്ട് അങ്ങനെ അടിച്ച് പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് 1/4 കപ്പ് മൈദയും അതേപോലെ 2 സ്പൂൺ ഓയിലും 1 സ്പൂണ് പഞ്ചസാരയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം കാണിക്കാൻ പറ്റിയിട്ടില്ല. ഇത് പിസ്സ സോസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 2 തക്കാളി, 2 മുളക്, ഒരു ഉള്ളിയുടെ കഷ്ണം, വെളുത്തുള്ളി, ഒരു 4-5 അല്ലിയും കൂടി തിളപ്പിച്ച് വെച്ചതാണ്. ഇനി അതെന്തായാലും ഒന്ന് നമുക്ക് പേസ്റ്റാക്കി എടുക്കണം. ആ പിസ്സ സോസ് നമുക്ക് ബോട്ടിൽ റെഡിമെയ്ഡ് വാങ്ങിക്കാൻ കിട്ടും, അല്ലെങ്കിൽ കയ്യിലില്ലെങ്കിൽ പിന്നെ ഇങ്ങനെ ഉണ്ടാക്കിയെടുത്താലും മതി കേട്ടോ. ഓക്കെ, ഞാൻ തക്കാളിൻ്റെ തൊലി കളയണം കേട്ടോ. തൊലി കളഞ്ഞിട്ടിട്ട് കൊടുക്കുക. ഇതൊന്ന് പേസ്റ്റാക്കി എടുക്കാം നമുക്ക്. ഓക്കെ, അപ്പോൾ അത് റെഡിയാക്കിയിട്ടുണ്ട്. നമുക്കെന്താ പിസ്സ ഉണ്ടാക്കാൻ നോക്കാം. ഒരു മീഡിയം തീയിൽ ഞാൻ പാന് ചൂടാക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ഓയിൽ തടവി കൊടുക്കുന്നുണ്ട്. നമ്മൾ പത്തിരിയൊക്കെ ചൂടുന്ന വലിയ ചട്ടിയാണ് കേട്ടോ. അപ്പോൾ ഇത് കംപ്ലീറ്റ് ഈ മാവ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഞാൻ. അത്യാവശ്യം നല്ല കട്ടിയിൽ തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇതൊന്നൊന്ന് വെന്ത് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം കേട്ടോ. ഒരു 5 മിനിറ്റ് ചെറിയ തീയിലിട്ട് കൊടുക്കുക. അടിയിൽ കരിയരുത്, അടിയിൽ വേണമെങ്കിൽ തട്ട് വെച്ചെടുക്കുക കേട്ടോ. കരിയെന്നുള്ള ടെൻഷൻ ഉണ്ടെങ്കിൽ തട്ട് വെച്ചെടുക്കട്ടെ അടിയിൽ. ഓക്കെ, ഇത് റെഡി ആയിട്ടുണ്ട്. ഞാൻ മൂടി വെച്ചിട്ടാണ് വേവിച്ചിട്ടോ. റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് കലക്കി ഒഴിക്കണ പീസാണ് കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ മറ്റേതാവുമ്പോൾ നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്യണം, ഇത് കുഴച്ച് വെക്കണമല്ലോ കേട്ടോ. ഒക്കെ കുഴച്ച് റെഡിയാക്കി വെക്കണം, ഈസ്റ്റൊക്കെ ചേർത്തിട്ട്. ഇതിൽ ഈസ്റ്റൊന്നുമില്ല, അതുകൊണ്ട് പിന്നെ വലിയ കുഴപ്പമില്ല. ഈസ്റ്റിട്ട് ഉണ്ടാക്കുമ്പോൾ ചിലർക്ക് വയറ്റിന് വലിയൊരു സുഖം ഉണ്ടാവില്ല കഴിച്ചാൽ. ഇത് പിന്നെ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഞാൻ ഏതായാലും നമ്മൾ അരച്ച് വരച്ച ഇതുണ്ടല്ലോ പേസ്റ്റ്, അത് ഇതിൻ്റെ മുകളിൽ കൊടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് ഉള്ളിയും തക്കാളിയും, ഒരു 1/2 പീസ് ഉള്ളിയും 1/2 പീസ് തക്കാളിയും 2-3-4 പീസ് ക്യാപ്സിക്കും കൂടി ജസ്റ്റ് ഒന്ന് വാട്ടിയെടുത്താൽ കേട്ടോ. അപ്പോൾ ഇതിൽ മസാല പ്രത്യേകിച്ചൊന്നുമില്ല, ഉപ്പ് മാത്രമേ ഇട്ടിട്ടുള്ളൂ. അത് ഞാൻ ചിക്കൻ പൊരിച്ചിന്, ആ പൊരിച്ച ചട്ടിയിലാണ് അതൊന്ന് ജസ്റ്റ് വാട്ടിയെടുത്തത്. പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് ഒറിഗാനിയും കൂടി ചേർത്ത് കൊടുക്കണം. പിന്നെ കുറച്ച് ക്യാപ്സിക്കം റൗണ്ടിൽ കട്ട് ചെയ്തത്, അതേപോലെ നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ കൊടുക്കുക. ഇഷ്ടമുള്ള എല്ലാ വെജിറ്റബിൾസും അല്ല, ഇതൊക്കെ കഴിക്കുന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. പിന്നെ എന്നാലും ഒരു ഭംഗിക്ക് വേണ്ടി ചേർത്ത് കൊടുക്കാൻ ഞാൻ പൊറുതേരം കേട്ടോ. ഇത് ചിക്കന് മുളകും ഉപ്പിട്ട് പൊരിച്ചെടുത്താൽ ചെറിയ പീസാക്കിയിട്ട് അരിഞ്ഞെടുത്തതിന് ശേഷം പൊരിച്ചെടുത്തത്. ഇത് പൊരിച്ച ചട്ടിയിലാണ് ഞാൻ നമ്മളെ ഉള്ളിയും തക്കാളിയൊക്കെ വാട്ടിയെടുത്തിട്ടുണ്ട്. ഓക്കെ,
പിന്നെ കുറച്ച് ചീസ് മുസറല്ല ചീസും കൂടി ചേർത്ത് കൊടുക്കുക. ലാസ്റ്റ് ഒന്നും കൂടി നമ്മൾ ഒറിഗാനോ ഒന്നും കൂടി സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ കുരുമുളകൊക്കെ വേണ്ടവർക്ക് ചേർത്ത് കൊടുക്കാം, ഓരോരുത്തരും ഇഷ്ടം പോലെ കൊടുക്കട്ടെ. അപ്പോൾ ഒരു 4-5 മിനിറ്റ് കൂടി മൂടി വെച്ചാൽ ആ ചീസൊക്കെ ഒന്ന് മെൽറ്റായി അലിഞ്ഞ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നോമ്പ് തുറക്കൽ ഇത് വിഭവം കേട്ടോ. കുറച്ച് ഫ്രൂട്ട്സും ഈ പിസ്സ മാത്രമേ ഉള്ളൂ കേട്ടോ. ഓക്കെ, താങ്ക് യു.